എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക്. ഇതും വെജിറ്റബിൾ പ്രിൻറ്റിങ് തന്നെയാണ്. ഇത് വരയ്ക്കുന്ന ഒരു ഫ്ലവറും കുറേ ഹണീബികളും കുറേ ഫ്ലവറുകളും ഒരു പൂന്തോട്ടത്തിൽ തേനീച്ചകൾ പാറി നടക്കുന്ന ഒരു ഇതാണ് നടക്കുന്നത്. നമുക്ക് ബ്രഷ് വെച്ചിട്ട് അതിലങ്ങനെ ചെയ്യാൻ പാടില്ല. കലോത്സവങ്ങളോ അല്ലെങ്കിൽ സ്കൂൾ പ്രൊജക്റ്റുകളിലും ബ്രഷ് ചെയ്യാൻ പാടില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മളത് ചെയ്യുന്നില്ല. ആ സമയത്താണ് നമ്മുടെ കളർ കോഴിക്കുഞ്ഞുങ്ങളും നമ്മുടെ പൂവൻ സാറും കൂടി വന്ന് ഇതെൻ്റെ വാടാ മക്കളെ കയറി വാടാ എന്ന് പറഞ്ഞ് വന്നു. ആ സമയത്ത് ശല്യം ചെയ്യേണ്ടതെന്ന് പറഞ്ഞ് ഞാനൊരു നമ്മളെ കുറച്ച് മരങ്ങളൊക്കെ ഉണ്ടായിരുന്നു വർക്ക്ഷോപ്പിൽ. ആ മരങ്ങളൊക്കെ എടുത്ത് ചെതലെല്ലാം കൊട്ടി അവർക്ക് കൊടുത്തു. അപ്പോൾ എല്ലാവരും നല്ല സുഭിക്ഷമായിട്ട് ഭക്ഷണമൊക്കെ കഴിച്ച് അതിലെന്തിനേ ഓടി വാടാ വാടാ എന്ന് പറഞ്ഞ് എല്ലാവരും എനിക്ക് പറഞ്ഞിട്ട് എല്ലാവരും മത്സരിച്ച് കഴിച്ചുകൊണ്ടിരിക്കുക. നമ്മുടെ തള്ളക്കോഴിയും കുഞ്ഞുങ്ങളും വന്നിട്ടില്ല കേട്ടോ. അമ്മക്കോഴി ആ പരിസരത്തെങ്ങാണ്ടുണ്ട്. കണ്ടു കഴിഞ്ഞാൽ ഈ കളർ കോഴി കുഞ്ഞുങ്ങളെ ഉമ്മാരെ കണ്ടു കഴിഞ്ഞാൽ അപ്പോൾ ഓടിച്ചിട്ട് കൊത്തും. കാരണം അവരുടെ മക്കളുടെ അത്രയും ഭംഗിയില്ല എന്ന് പറഞ്ഞിട്ടാണ് ഈ ഓടിച്ചിട്ട് കൊത്തുന്നത്. എത്തി കണ്ടു. അപ്പോൾ ഇതാരടാ ഇത്? ശരി പോട്ടെ, നമ്മുടെ വയറ് നിറഞ്ഞല്ലോ എന്ന് പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുക. അപ്പോൾ ഊഞ്ഞാലാടി കളിക്കുകയാണ് അവരുടെ മക്കൾ, അമ്മക്കോഴിയുടെ മക്കൾ. ഭയങ്കര വികൃതിയായി ഈ പിള്ളേർ. കാരണം നമ്മളെന്തെങ്കിലും ചെയ്യുന്ന സമയത്ത് അതിന് മേളിൽ കയറി വന്ന് അഴുക്കെല്ലാം അവിടെ കാല് സ്റ്റിക്കർ പോലെ ഉണ്ടാവും. അതിൻ്റെ കുഞ്ഞിക്കാലുകൾ വെച്ചിട്ട് സ്റ്റിക്കർ പതിപ്പിക്കുന്ന പരിപാടിയാണ്. അമ്മക്കോഴിയും കുഞ്ഞുങ്ങളും ഭയങ്കര വികൃതിയാണ്. അതുപോലെ തന്നെയാണ് നമ്മുടെ അടുത്ത ആൾ ഇതാ വരുന്നു. ഇവനും ശാപ്പാടിന് ഭയങ്കര നമ്മളെ എന്തെങ്കിലും ഒരു കയ്യിലൊരു പൊതി കണ്ടു കഴിഞ്ഞാൽ ഓടിച്ചാടി നമ്മുടെ മടിയിൽ കയറിയിരിക്കുന്നവനാണ്. നമ്മളിപ്പോൾ ഇതിൽ ഹണിബിക്ക് ഉപയോഗിച്ചിരിക്കുന്നത് ഡയറക്റ്റ് ഈ കളറിലുള്ള യെല്ലോ അല്ല, അത് നമ്മൾ മിക്സ് ചെയ്തെടുത്തിരിക്കുന്നത്. സാധാരണ ലെമൺ യെല്ലോയും കുറച്ച് ബ്രൗണും അല്പം റെഡും ഒരു തുള്ളി റെഡും കൂടി മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ ഈ കളറാക്കി എടുത്തിരിക്കുന്നത്. പിന്നെ ബ്ലാക്കാണ് അതിൻ്റെ ബാക്കി ലൈൻസും ഹെഡിൽ വരുന്ന ആ ഒരു കുത്തും ഇതൊക്കെ വരുന്നത്, കണ്ണെല്ലാം വരുന്നത്. പിന്നെ ഫ്ലവർ ചെയ്തിരിക്കുന്നത് പിങ്കാണ്. പിങ്ക് എന്ന് പറയുമ്പം അല്പം അതിനകത്ത് വൈറ്റ് കളർ മിക്സ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ ഒരു കളർ കിട്ടുന്നത്. അതിപ്പോൾ നമ്മൾ വീഡിയോയിൽ കാണുന്ന പോലെയല്ല, കാണാൻ നല്ല ഗ്ലൈസിങ് ഉണ്ട്. കാരണം നമ്മൾ പിങ്ക് കളർ എടുത്തിട്ട് അതിനകത്ത് അല്പം വൈറ്റ് കളറും കൂടി മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര ഗ്ലൈസിങ് ഉള്ളൊരു കളറായി കിട്ടും. അതിൻ്റെ കളറിൻ്റെ പേര് എനിക്ക് അറിയുന്നില്ല, പക്ഷേ എങ്കിലും സംഭവം കൊള്ളാം. ഇതെല്ലാം നമ്മൾ ഫാബ്രിക് പെയിൻറ്റ് തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്, അല്ലാതെ എമർഷനോ ഇതൊന്നുമല്ല, പ്രൈമറൊന്നുമല്ല. വയറ് നിറഞ്ഞപ്പോൾ ഞാൻ പോകണു, നിങ്ങളുടെ പാടായി, പിള്ളേർ അതാ കിടക്കുന്നു, ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞിട്ട് നമ്മുടെ പൂവൻ സാറ് ഓടിപ്പോയി. നന്ദി.